ഹായ്. അപ്പം എന്നെ ആർക്കെങ്കിലുമൊക്കെ അറിയായിരിക്കും, എന്നെ ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഞാൻ നമ്മൾ കൊല്ലം സിറ്റിയിൽ സൊമാറ്റോ ഓടുന്നൊരു റൈഡറാണേ. അപ്പം നമ്മുടെ സൊമാറ്റോയിൽ ഒരു സംഭവമുണ്ട്. അതായത് നമ്മളൊരാളെ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റെഫറൽ ബോണസ് കിട്ടും. അങ്ങനൊരു സംഭവമുണ്ട് നമ്മുടെ സൊമാറ്റോയിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരാളെ റെഫർ ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ടിനെ തന്നെ റെഫർ ചെയ്തത്. അപ്പം നമുക്ക് ഒരു എമൗണ്ട് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മളാ റെഫർ ചെയ്തത്. അപ്പം കാണിക്കുന്നുണ്ട് റെഫറൽ സക്സസ്ഫുൾ ബട്ട് നോ റെഫറൽ ബോണസ്. കാരണം എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ നമ്മുടെ ടീം ലീഡറായിട്ടുള്ള വിഷ്ണുവിനെ വിളിച്ചു. നമ്മളിവിടെ കൊല്ലം സോണിൽ ടീം ലീഡർ വിഷ്ണു ആണ്. അപ്പം ഞാൻ വിഷ്ണുവിനെ വിളിച്ചു കഴിഞ്ഞപ്പം ആദ്യമൊക്കെ പുള്ളിക്കാരൻ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ചേച്ചി അതായത് ആദ്യം നമ്മൾ 50 ഓർഡർ എടുക്കണം, 7 ദിവസം കൊണ്ട് 50 ഓർഡർ എടുക്കണം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പറഞ്ഞു 14 ദിവസം കൊണ്ടെങ്ങാണ്ട് 100 ഓർഡർ എടുക്കണം. ചേച്ചി 100 ഓർഡർ എടുത്ത് കഴിയുമ്പോൾ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ 100 ഓർഡർ എടുത്തപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു. അപ്പോഴൊക്കെ പുള്ളിക്കാർ ഫോൺ എടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പം പിന്നെ പറഞ്ഞു 150 ഓർഡർ എടുക്കണം, 150 ഓർഡർ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ 12 ദിവസം കൊണ്ട് 160 ഓർഡർ എടുത്തു. 160 ഓർഡർ എടുത്തിട്ട് എനിക്ക് പറഞ്ഞു, എടി ഇതുപോലെ ഞാൻ ഇത്ര ഓർഡർ എടുത്തിട്ടുണ്ട്, നീ എന്താണെന്ന് വെച്ചാൽ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിഷ്ണുവിനെ വിളിച്ചു. അപ്പം വിഷ്ണു പറഞ്ഞു ആദ്യത്തെ ദിവസമൊക്കെ പുള്ളിക്കാരൻ ലീവായിരുന്നു കേട്ടോ. അപ്പം കോട്ടയത്തുള്ള വേറൊരു TL ഫോൺ എടുത്തിട്ട് പറഞ്ഞു, അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളുടെ TL മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് റൂൾസ് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷം ഞാൻ വിളിച്ചപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, ചേച്ചി ഈ തിങ്കളാഴ്ച, ഞാൻ ശനിയാഴ്ചയാണ് വിളിക്കുന്നത്, അപ്പോൾ ഈ തിങ്കളാഴ്ച, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് തരാം, ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു. ആ തിങ്കളാഴ്ച തൊട്ട് പിന്നെ ഞാൻ വിളിച്ച പുള്ളിക്കാരൻ ഫോൺ എടുക്കത്തില്ല. എന്ത് ആവശ്യത്തിന് വിളിച്ചാലും ഞാൻ വിളിച്ചാൽ പുള്ളിക്കാരൻ ഫോൺ എടുക്കത്തില്ല. ബാക്കി എല്ലാവരും വിളിക്കും, ഫോൺ എടുക്കും. എൻ്റെ മുമ്പിലിരുന്ന് എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് വിളിപ്പിച്ചപ്പം അവൾ വിളിച്ച ഫോൺ എടുത്ത്. അതായത് നമ്മൾ കമ്പനി ഇതിൽ നിന്ന് തന്നെ വിളിക്കുന്നത്, സൊമാറ്റോയുടെ ഡെലിവറി ആപ്പിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത്, അല്ലാതെ പേഴ്സണൽ കോളൊന്നും നമ്മൾ ചെയ്യാറില്ല. അപ്പം ഡെലിവറി ആപ്പിൽ നിന്ന് പുള്ളിക്കാരൻ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. ഒന്നെങ്കിൽ കിട്ടുമോ കിട്ടത്തില്ലയോ, നമ്മളൊരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ഒരു ഹെൽപ്പ് വേണേലും ഫസ്റ്റ് അവർ വിളിക്കുന്നത് നമ്മളെ ആയിരിക്കും. അപ്പം നമ്മളാണ് അവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ ഒരു ബോണസ് കിട്ടുമോ കിട്ടാതിരിക്കുമോ ഒന്നുമില്ല. പക്ഷെ നമ്മളിത് എടുത്ത് നോക്കുമ്പോൾ ഉണ്ടല്ലോ, റെഫറൽ ചെയ്യുന്നതിൻ്റെ സംഭവം എടുത്ത് നോക്കുമ്പോൾ തൊട്ട് താഴെ കാണിക്കുന്നുണ്ട് ഇന്ന ആൾക്ക് ഇത്ര രൂപ കിട്ടി, ഇന്ന ആൾക്ക് ഇത്ര രൂപ കിട്ടിയെന്ന്. പക്ഷേ എന്തുകൊണ്ടത് എനിക്ക് കിട്ടുന്നില്ല, അതെനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്കൊന്ന് വിളിച്ചു നോക്കാം. പുള്ളിക്കാരൻ ഫോൺ എടുക്കില്ലെന്ന് അറിയത്തില്ല, എന്തായാലും ഒന്ന് വിളിക്കാം. The person you have called is speaking to someone else. You can wait or call again later. കോൾ വെയിറ്റിംഗ് ആണ്. നേരത്തെയൊക്കെ ഞാൻ കോൾ വെയിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ തിരിച്ച് വിളിക്കുമായിരുന്നു. ഇപ്പം പിന്നെ വിളിക്കാറൊന്നുമില്ല, തിരിച്ച് വിളിക്കത്തുമില്ല, ഇതിനെപ്പറ്റി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുമില്ല. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ മിക്ക ദിവസം ലീവാണ്. ഇവിടെ ആണെങ്കിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. ഓർഡർ കൂട്ടി ഇടുന്നതും ഗിഗ് കുറയ്ക്കുന്നത്, ഗിഗ് കൂട്ടുന്നത്. ഒരു ദിവസം 22 ഓർഡർ ആണെങ്കിൽ പിന്നെ ഒരു ദിവസം 23 ഓർഡർ ആയിരിക്കും, പിന്നെ ഒരു ദിവസം 21 ഓർഡർ ആയിരിക്കും. ഒരു ഒരു മര്യാദ ഇല്ലാത്ത രീതിയിലുള്ള ഓർഡറിൻ്റെ ഇതാണ്. നമ്മൾ ചിലപ്പം ഇന്ന് നമുക്ക് കാണിക്കുന്ന 22 ഓർഡർ, അപ്പം നമ്മൾ നാളെ വിരിക്കും, നാളെ 22 ഓർഡർ ആയിരിക്കും. പക്ഷെ നാളെ നോക്കുമ്പോൾ അത് 23 ഓർഡർ ആയിരിക്കും എടുക്കേണ്ടത്, നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടണമെന്നുണ്ടെങ്കിൽ. ആ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്നതിൻ്റെയാണ്. എന്തായാലും ഒന്നുകൂടെ വിളിച്ചു നോക്കാം. The person you have called is speaking to someone else. You can wait or... ഒന്നും വേണ്ട, ഒന്നെങ്കിൽ ഫോൺ എടുക്കുക, ഫോൺ എടുത്തിട്ട് കാര്യം പറയുക. ഇല്ലയെന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല എന്നാണെങ്കിൽ കിട്ടത്തില്ല എന്ന് പറയുക. അപ്പം പിന്നെ നമ്മൾ വെറുതെ ഞാനിപ്പോൾ ഒരാളെ റെഫർ ചെയ്തു, അപ്പോൾ അയാൾ ഈ ആദ്യത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഏതെങ്കിലും ഓർഡർ ക്യാൻസൽ ആവുകയാണെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ രാത്രി എവിടെയെങ്കിലും പോയി പെട്ട് ഫോൺ എടുക്കുന്നില്ല, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്ന സമയത്ത് ഇവർ നമ്മളെ വിളിക്കുന്നത്. അപ്പം നമ്മൾ ഇവർക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതായത് ഈ 12 ദിവസം ഒരാളെ കറക്റ്റായിട്ട് കൊണ്ടുപോകേണ്ടത് നമ്മൾ റെഫർ ചെയ്ത ഒരാളുടെ ഉത്തരവാദിത്വം. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ഈ പറയുന്ന കണക്ക് ഒരിതും ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനെന്തിനാ വെറുതെ റെഫർ ചെയ്യേണ്ട ഒരാവശ്യമില്ല. എനിക്ക് ബെനിഫിറ്റ് ഇല്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒന്നും കൂടെ വിളിക്കാം. The person you have called is speaking to someone else. You can... ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുമോ നോക്കാം.
person you are calling is not answering. ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നൊരു വ്യക്തിയല്ലേ, പിന്നെ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത. ഒന്നുകൂടെ വിളിക്കാം. The person you are calling is not answering. വൈ? ഇപ്പം ഞാനെന്നല്ല, ആരെന്ത് വിളിച്ചു ചോദിച്ചാലും പുള്ളിക്കാരൻ ആകെ ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. ഞാൻ തിരക്കിയിട്ട് പറയാം, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ഒന്നും അറിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരാളവിടെ TL വെച്ചിരിക്കുന്നത്? നിൽക്കുന്നവർക്കൊരു ഉപയോഗവും ഇല്ലയെന്നുണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞിട്ട് വേറൊരു TL എടുത്താൽ പോരെ. നമുക്ക് ഇതിന് മുന്നേ നിന്ന് TL ഇത്ര പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ ചെയ്തു തരുന്നുണ്ടായിരുന്നു. ഇപ്പം വന്ന ഈ TL സത്യം പറയാമല്ലോ ഭയങ്കര മോശം എന്ന് വെച്ചാൽ ഭയങ്കര മോശം. ഒരു ഉപകാരവും ഇല്ല. എന്തിനാ പിന്നെ TL? അവനിക്ക് ഒന്നും അറിയില്ല. എന്നാൽ അവനാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞാണോ ഉള്ളതാണോ ഇല്ലെന്നൊന്നും അറിയത്തില്ല, ട്രിവാൻഡ്രത്തെ TL നിന്നെയാണ്. അത്രയും വലിയൊരു സിറ്റി നിന്നൊരാൾക്ക് ഈ ചെറിയ സിറ്റി വന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു TL? No response. The person you are calling is not answering. Please call. സംഭവം ഈ വീഡിയോ കാണുന്ന കൊല്ലത്തുള്ള മാക്സിമം ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. സൊമാറ്റോയുടെ ഹെഡിലോട്ടിരിക്കുന്ന ആരെങ്കിലും കയ്യിൽ നിന്ന് എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ പ്ലീസ്.